ഹലോ സമയത്താ പൊളിച്ച് 4:40 എണീറ്റ് പോയില്ല. ഉമ്മ മട്ടലെടുത്താലും ബ്രഷ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 2 കൊപ്പിളിച്ചാൽ നേരം പടുത്തിട്ട് ഒരുപാട് സമയം ഉണ്ടല്ലോ ബ്രഷ് ചെയ്യാൻ. നേരം വൈകിക്കുന്നത് കൊണ്ട് ഒരു മെച്ചുണ്ട്. ഫുഡൊക്കെ ടേബിൾ മേൽ റെഡി ആയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് കഴിക്കേണ്ടി വരും. അല്ല ഇച്ചങ്ങായി ബീഫ് പീസ് ഒന്നും ഇതിൽ കണ്ടില്ല. കുറെ പള്ളേൽ സ്പേസ് ഉള്ളതുകൊണ്ട് കുറച്ച് മുന്തിരിയും കുറച്ച് വത്തക്കയും കഴിച്ചിട്ടോ. പിന്നെ ഞാൻ നേരം കഴിക്കാനും വിചാരിച്ചിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് തേജൊന്നും കഴിഞ്ഞ് സുബിയും കഴിഞ്ഞ ശേഷം നമ്മൾ കിടന്നുറങ്ങിട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്ക് അലാറം അടിക്കണേ. ഇനി വല്ല എണീറ്റും കണ്ടേ ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷ് ആയി ഡ്രസ്സ് ചെയ്യണം. ഡ്രസ്സ് ആദ്യം ചെയ്തൊരു കാര്യമില്ലേ. അങ്ങനെ ഡ്രസ്സ് ഇട്ട് കേട്ടോ. ഡ്രസ്സ് ഇട്ട് നല്ല മൊഞ്ച് തേയില്ല. ഞാനൊന്ന് നോക്കി. ഇനി നമുക്ക് നമ്മുടെ പറക്കുന്നതിലേക്ക് എടുത്തിട്ട് ഓഫീസിലേക്ക് പോവാട്ടോ. ഷാർപ്പ് ടൈമിൽ നമ്മൾ ഓഫീസിൽ എത്തിക്കണേ. നമുക്ക് സൈൻ ചെയ്തിട്ട് നമ്മൾ വർക്ക് തുടങ്ങട്ടോ. നമുക്ക് പഞ്ച് മെഷീനൊന്നും ഇല്ലടാ. നമ്മൾ ഇതിലൊക്കെയാണ് സൈൻ ചെയ്യാറ്. വർക്ക് കുറേ പെൻഡിങ് ഉള്ളതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് വരാം. ടൈം എന്നാ പറക്കല പറന്നും കണ്ടത് 1:02 നമുക്ക് 1 മണിക്ക് ബ്രേക്ക് ടൈമാണ്. ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പോകാട്ടോ. നിസ്കാരം നമുക്ക് മെയിൻ ആയ കാര്യമാണ് കേട്ടോ. അതിലൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 3:30 ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ടൈം. നമ്മളെ പറക്കുന്നതിൽ നമ്മളെ വെയിറ്റ് ചെയ്തിക്കുക. അതിൻ്റെ ഉള്ളിൽ ഉമ്മ കുറേ സാധനം വാങ്ങാൻ ലിസ്റ്റ് ഇട്ട് നിൽക്കണേ. അതൊക്കെ വാങ്ങിയിട്ട് പോവാം. വാങ്ങിയില്ല ഇനിയിപ്പോൾ പുറത്തെത്തിയാൽ ബദറും ഉഹദും യുദ്ധം ഒരുമിച്ച് നടക്കും. വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വാങ്ങിക്കണോ. ഇനിയിപ്പോൾ എന്താ കുറഞ്ഞ വേണമെന്ന് അറിയില്ല. അപ്പം നോക്കുമ്പോൾ ചിക്കൻ വാങ്ങാൻ പറഞ്ഞാൽ ആ പാവം കോഴിക്കളിലായിട്ടുള്ള ഒരു അവസ്ഥ നോക്കി പാവം എപ്പോഴാ എന്നെ കൊല്ലാന്ന് വിചാരിച്ചത് കേൾക്കും കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതാ പൊരേലേക്ക് നമ്മൾ എത്തിക്കണം. ഇനി മെല്ലെ ഒന്ന് അടുക്കളയിലേക്ക് പോയൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ ഒന്നും ഒരു മനുഷ്യന്മാരില്ല. മനുഷ്യന്മാരൊന്നും കാണുന്നില്ലല്ലോ. ആ അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നമുക്കുള്ള പണികളൊക്കെ വരുന്നുണ്ട്. വയ്യേക്ക് പത്തിരി ചുടാനുണ്ടല്ലോ. ഉറുമാനിതാ തോലൊളിക്കണ്ടേ. എന്തിനാണ് ആ എൻ്റെ മോക്ക് തന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കാനായിരിക്കും. പണ്ടത്തെ പോലെ ഒന്ന് വയ്യടോ പത്തിരൊന്നും ചുടാൻ. പണ്ടത്തെ പോലെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ എനിക്കൊരു 10-50 വയസ്സായി. എന്താ അറിയില്ല പണി ഒന്നും എടുക്കാനല്ലോ. നോമ്പില്ലെങ്കിൽ പുറത്തെ പണിയൊക്കെ ഇപ്പം ഞാനാണല്ലോ എടുക്കല്. ഒന്ന് പോയിക്കാട്ട്. എന്തൊക്കെ ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇട്ടില്ല. ഇനി അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് കുളിക്കട്ടോ. കുറേ നേരം കുളിച്ചിട്ട് എല്ലാ നിസ്കരിക്കാൻ നിസ്കാരം മെയിനാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചെങ്ങാനൊന്ന് വിളിച്ചു നോക്കട്ടോ. എനിക്ക് കുറച്ച് ഓൻ്റെ തള്ളിക്കേട്ടോ. കുറേ നേരമല്ലേ ഞാൻ തള്ളണം. കുറേ നേരം ഓൻ്റെ തള്ളും കേട്ടാൽ ഓനും കഴിഞ്ഞിട്ടോ തള്ളി അപ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് മെല്ലെ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ അറ്റാക്ക് തുടങ്ങാൻ പോകാട്ടോ. പള്ളയെ വെച്ചിട്ട് ഓരോ ഒഴിവില്ല. ഇനി പോയി മെല്ലെ നോമ്പുറക്കട്ടെ. ഇന്ന് വലിയ ഐറ്റംസ് ഒന്നും ഇല്ല. എന്നാലും ഉള്ളത് പുണ്ട് ഓണം പോലെ നാണല്ലോ അല്ലല്ലേ. ഈ സമൂസന്റെ ഷേപ്പ് എന്താ അങ്ങനെ പോയി ഞാൻ മെന്നെ ചോദിച്ചു. മാണെ അങ്ങ് തിന്നണീച്ച് പോയി ഉണ്ടാക്കി തന്നു. ആർക്കും നമ്മളൊന്നും ഒരു ബഹുമാനല്ലേ. എന്താ ചെയ്യലേ. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഫുഡും കൂടെ കണ്ടാ പിന്നെ ഞാൻ ചുറ്റുള്ള ഒന്നും കാണില്ല. ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിലേക്ക്. പത്ത് നിങ്ങളെ എണ്ണിക്കൂടി എത്ര എടുത്തിടുന്നത്. ഞാൻ കറി കൊഴിച്ചും കണ്ട് കുറച്ച് 10 രൂപ അതെടുത്ത് കഴിച്ചപ്പോൾ എൻ്റെ അമ്മ അൽഹംദുലില്ലാ റാഹത്തായി. ആ പള്ളർക്ക് കുറച്ച് സാധനമായിട്ട് എത്തിയതിനു ശേഷം ഞാൻ പിന്നെ ചുറ്റുള്ളവരോ ഈ ചുറ്റുള്ളതും ഒക്കെ കാണാൻ തുടങ്ങിട്ടോ. ഇതെന്താണെന്നറിയാം നമ്മളെ ചക്കപ്പൊയ്ക്കില്ലേ അതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. അതും കുറച്ച് കഴിച്ചിട്ടോ. അതിനുശേഷം പള്ളം അങ്ങ് ദമ്മായി. എനിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപ്പുള്ളത് കഴിക്കണം. അപ്പോൾ കുറച്ച് വാങ്ങിയെടുത്ത് കഴിച്ചു. പള്ളേർക്കുള്ള കാര്യം തന്നെ നോക്കിയാൽ നമ്മൾ നിസ്കാരം പങ്കാവും. അതുകൊണ്ട് നിസ്കാരം ഓത്തും കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷോബാസ് ഉണ്ടായിട്ടോ ഞാൻ വാങ്ങിയത്. അത് 2-3 എണ്ണം കഴിച്ചപ്പോൾ റാഹത്തുമ്മൽ റാഹത്തായി. അങ്ങനെ തന്നെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് മെല്ലെ ഒന്ന് പോയിട്ട് കിടക്കട്ടോ. അപ്പം എന്താ ചെയ്യാ ദുആ ചെയ്യാ ഫോളോ ചെയ്യാം. ഈ ഫോറോയ്ക്ക് നിൽക്കേണ്ട ഒരു പ്രൊമോഷൻ. അപ്പോൾ ഓക്കെ ബൈ.